കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് എന്നുള്ളതാണ്. വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ജീവപര്യന്തം തടവാണ്. നന്ദൻകോട് 4 പേരെ, അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നേരത്തെ മാനസിക ദൗർബല്യം ഉണ്ട് കേഡൽ ജെൻസൺ രാജയ്ക്ക് എന്നുള്ള വാദം പ്രതിഭാഗം ഉന്നയിച്ചതാണ്. പക്ഷേ അത് പിന്നീട് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു മാനസിക ദൗർബല്യം ഇല്ല എന്നുള്ളത്. ഒടുവിൽ വിചാരണ നടക്കുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതാണ്. ഇപ്പോൾ വധശിക്ഷ വേണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയിട്ടുണ്ട് കോടതി. എന്നാൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കേഡൽ ജെൻസൺ രാജയ്ക്ക്. അതിക്രൂരമായ കൊലപാതകമാണ് കേഡൽ ജെൻസൺ രാജ നടത്തിയത്. ഇത് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിൽ നന്ദൻകോട് ഏറെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ രാജ എന്ന പ്രതിക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 2017 ഏപ്രിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 ദിവസങ്ങളിലായാണ് 4 കൊലപാതകങ്ങൾ പ്രതി നടത്തിയത്. ആദ്യം അമ്മയെ കൊന്നു, പിന്നെ അച്ഛനെ കൊന്നു, അതിനുശേഷം സഹോദരിയെയും അടുത്ത ദിവസം ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ രാജ രക്ഷപ്പെടുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു. സ്വയം മരിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു. മൃതദേഹങ്ങൾ കത്തിച്ചിരുന്നു, വീടിന് തീപിടിച്ചിരുന്നു. വി വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ പ്രോസിക്യൂഷൻ, പക്ഷേ ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മഞ്ജുഷ്, ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നു, അന്തിമ ഉത്തരവ് വന്നിരിക്കുന്നു. ജീവപര്യന്തം തടവ് 3 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. 4 പേരെ കൊലപ്പെടുത്തിയ കേസാണ്. ഇതിൽ വലിയ വാദപ്രതിവാദമാണ് ഇതുവരെ കോടതി മുറിയിൽ ഉണ്ടായത്. നേരത്തെ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ 2017 നടന്ന സംഭവത്തിൽ കഴിഞ്ഞ നവംബർ വരെ വിചാരണ തടസ്സപ്പെട്ടിരുന്നു. വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു ജെൻസൺ കേഡൽ രാജ. ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നു. സുപ്രധാനമായ വിധിയാണ്. ഏറെ പ്രമാദമായ കേസിലാണ് ഇപ്പോൾ ഇങ്ങനെ ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ 3 ലക്ഷം രൂപ പിഴയും നൽകിക്കൊണ്ടുള്ള കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നത്. ഇതിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് തൂക്കുകയർ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. വിശ്വസിച്ചവരെ, തൻ്റെ ഒപ്പം താമസിച്ചവരെ, കുടുംബാംഗങ്ങളെയാണ് കൊലപ്പെടുത്തിയത്, വിശ്വാസം മുതലെടുക്കുകയായിരുന്നു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന വാദമായിരുന്നു. ഏതായിരുന്നാലും കോടതി ഈ കേസിന്റെ എല്ലാ വശങ്ങളും ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമെന്ന വാദം പൂർണ്ണമായും കോടതി ഉൾക്കൊണ്ടുവെന്ന് കരുതാൻ കഴിയില്ല. മാത്രമല്ല, പ്രതിഭാഗം ഉന്നയിച്ച നിരവധി വസ്തുതകളുണ്ട്. ഈ ആരോഗ്യ പ്രശ്നം, മാനസിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജയിലിൽ തടവുകാരനുമായി ഉണ്ടായ സംഘർഷം, അവിടെ നടത്തിയ ആത്മഹത്യാ ശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വാദത്തിന്റെ സമയത്തിൽ ഉന്നയിച്ചിരുന്നു. ഏതായിരുന്നാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വരുന്നത്. 2017 ഏപ്രിൽ 5-നാണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം.